ബിനോയ് വിശ്വം ഒരു ചോദ്യം ചോദിക്കുന്നു, RSSൽ സ്ത്രീകളുണ്ടോ എന്ന്. RSSൽ എന്താ സ്ത്രീകളില്ലാത്ത എന്നാണ് ബിനോയ് വിശ്വത്തിന്റെ ചോദ്യം. ശരിയാണോ അത്? അല്ലേ, ബിനോയ് വിശ്വം നല്ല തമാശക്കാരനാ. അതെ. ഈ തമാശക്കാർക്ക് ഇത്തരം മണ്ടത്തരങ്ങൾ ഒരുപാട് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അതിന് സാമാന്യ രീതിയിൽ ബുദ്ധിയുടെ ആവശ്യമില്ല. കാരണം ബുദ്ധിൻ്റെ CPI പോവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ബിനോയ് വിശ്വത്തിന് ചോദ്യം ചോദിക്കാം. പക്ഷെ മറിച്ചുള്ളത് അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം RSSനെ കുറിച്ച് അറിയില്ല, RSSനുമായിട്ട് ബന്ധപ്പെടുന്ന രാഷ്ട്രീയ സേവികാ സമിതിയെക്കുറിച്ച് അറിയില്ല, RSSൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുന്നതാണ്, ഇപ്പോൾ ഇന്ത്യൻ ഹോക്കി ടീമിന്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനകത്ത്, ഇന്ത്യൻ ഫുട്ബോൾ ടീമിനകത്ത് വനിതകളുണ്ടോ എന്ന് നാളെ വേണമെങ്കിൽ ബിനോയ് വിശ്വം ചോദിക്കാം. ഇല്ലല്ലോ. കാരണം അദ്ദേഹത്തിന് ചോദ്യം ചോദിക്കാൻ അവകാശമുണ്ട്. അപ്പം അങ്ങനെ ചോദിക്കുകയാണ്, ഇന്ത്യക്ക് ക്രിക്കറ്റിൻ്റെ ടീമുണ്ട്, ആ ക്രിക്കറ്റ് ടീമിൻ്റെ സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ധോണി ഉണ്ടായിരുന്നു, പക്ഷെ അതേ സമയത്ത് ഒരു വനിത ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ നമുക്കൊരു മറിച്ചൊരു ചോദ്യം അദ്ദേഹത്തോടുണ്ട്. ഈ മണ്ട ചോദ്യങ്ങളല്ല വരേണ്ടത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും വനിതകൾ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. വനിതകൾ മുഖ്യമന്ത്രി ഇല്ലാത്ത ഏക സംസ്ഥാനം കേരളമാണ്. ആ വനിതകളെ പറ്റിച്ച പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതാണ്. ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, കേരളത്തിൽ 1996 സമയത്ത് സുശീലാ ഗോപാലിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് തീരുമാനിച്ചു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. ഈ പറയുന്ന ബിനോയ് വിശ്വവും അന്നുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടി ചേർന്നിട്ടാണ് ചെയ്തത്. ഇലക്ഷൻ വരേക്കും സുശീലാ ഗോപാലിന കേരളത്തിന് മുഖ്യമന്ത്രി. ആ ഇലക്ഷൻ വന്ന് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഏകദേശം 90ഓളം സീറ്റുകൾ കിട്ടിയ സമയത്ത് അന്ന് CPMൻ്റെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന EK നയനാർ VS അച്യുതാനന്ദനുമായിട്ട് ഒരു അവിഹിതമായിട്ടുള്ള ബന്ധമുണ്ടാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കമ്മിറ്റിയോട് പറഞ്ഞ് ഞാൻ മുഖ്യമന്ത്രി ആയിക്കൊള്ളാം. അന്ന് ഇയാൾ സംസ്ഥാന സെക്രട്ടറിയാണ്, EK നയനാർ. അങ്ങനെ EK നയനാർ കേരളത്തിൻ്റെ അന്ന് സംസ്ഥാന സമിതിയുടെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെയും പിന്നെ നിയമസഭയിലെ അംഗങ്ങളുടെയും എല്ലാം കൂടി ഭൂരിപക്ഷത്തിൻ്റെ പുറത്ത് അങ്ങേര് മുഖ്യമന്ത്രിയായി. സുശീലാ ഗോപാലൻ ഔട്ട്. അതിനുമുണ്ടായിരുന്നു കുറച്ചു കാലത്തിന് മുമ്പ്, എനിക്ക് ആ വർഷം ഓർമ്മയില്ല, ഇവർ വലിയൊരു മുദ്രാവാക്യം വിളിച്ചു, കേരന്തിങ്ങം കേരള നാട് KR ഗൗരി ഭരിച്ചിടും എന്നൊക്കെ പറഞ്ഞാൽ മുദ്രാവാക്യം വിളിച്ചത്. കേട്ടവിടെ KR ഗൗരി എവിടെയാക്കിയത്? KR ഗൗരി ആക്കിയില്ല, കേരളത്തിന് മുഖ്യമന്ത്രിയാക്കിയില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം പോയിട്ട് കേരളത്തിൽ വനിതകൾക്കാകാവുന്ന ഏറ്റവും വലിയ പോസ്റ്റ് പരമാവധി വന്നാൽ റവന്യൂ വകുപ്പിൻ്റെ മന്ത്രി, സാധാരണ നിലയ്ക്ക് ആരോഗ്യ വകുപ്പിൻ്റെ മന്ത്രിയാണ്. ഇപ്പോൾ ആരോഗ്യ വകുപ്പ് വിട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ വരുന്ന കണ്ട സമയത്താണ് ശൈലജ ടീച്ചർ ഔട്ടായി. ഇത്തവണ ശൈലജ ടീച്ചർ മത്സരിക്കുന്ന പേരാവൂരിലാണ്. പേരാവൂരിൽ നിന്ന് ജയിക്കുന്ന യാതൊരു പ്രതീക്ഷയില്ല. അങ്ങനെയുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഇപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞു, ബിനോയ് വിശ്വത്തിൻ്റെ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിൽ എത്ര വനിതകളാണ് ഉള്ളത്? ആകെയുള്ള ആനി രാജയാണ്. എന്താ ആനി രാജാവാൻ കാരണം? അവിടെ D രാജയുണ്ട്. ഈ D രാജ ഇല്ലെന്നുണ്ടെങ്കിൽ ആനി രാജ അവിടെ ഇരുത്താൻ പറ്റില്ല. കാരണം സ്ത്രീകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിലോ പൊളിറ്റ് ബ്യൂറോയിലോ മറ്റ് കമ്മിറ്റികളിലൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ അവിടെ ഉണ്ടാവണം. ഭർത്താവില്ലെന്നുണ്ടെങ്കിൽ ഇവർ ഇരുത്താൻ പറ്റൂല. കാരണം കൂടിയിരിക്കുന്നവൻ്റെ കയ്യിലിരിപ്പതാ വളരെ മോശമാണ്. അതിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റികളിൽ കാര്യമായിട്ട് വനിതാ പ്രാതിനിധ്യമില്ല. നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞാൽ സുശീലാ ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിൽ വന്നു, CPMൻ്റെ. എന്താ വരാൻ കാരണം? അവർ AKGയുടെ സഹായിയായിട്ടാണ് പോയത്. AKGക്ക് വയ്യായിരുന്നു. AKGക്ക് വയ്യാതെ വന്നുകൊണ്ട് മറ്റേതെങ്കിലും സ്ത്രീകൾ കയറിയിട്ട് പകരക്കാരായിട്ട് കയറി സഹായിച്ചാലോ എന്നുള്ളൊരു ഒരു ആശങ്ക നിമിത്തം സുശീലാ ഗോപാലൻ പറഞ്ഞ് ഞാൻ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിൽ പോയിക്കൊള്ളാം. അങ്ങനെ സുശീലാ ഗോപാലൻ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി പോകുന്നത്. ആ പോകുന്നതിൻ്റെ ഏക ഉദ്ദേശം AKG സഹായിക്കലാണ്. AKG 1975 സമരം ചെയ്തു. ആ സമരം ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തെ ജയിലിലാക്കി. 3 മാസം കണ്ട് അങ്ങനെ ജയിലിൽ കിടന്നത്. ആ ജയിലിൽ കിടന്ന സമയത്ത് 3 മാസക്കാലത്തോളം കൂട്ടിനൊരാളുണ്ടായിരുന്നു. ആളുടെ പേര് സുശീലാ ഗോപാലൻ എന്നാ. എന്താ കാരണം? പാർട്ടിയുടെ എത്ര വലിയ നേതാവായാലും കൊള്ളാം, അവരുടെ കൂടെ കഴിയേണ്ട ആളുകൾ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒന്നിച്ചാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു നയമുണ്ട്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കേരളത്തിൽ ഒരാളെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്ന് ഉയർത്തി കാണിക്കാമോ? നാളെ പാർട്ടി സെക്രട്ടറി ആയിട്ട് വനിത വന്നിട്ടുണ്ടോ? മറിച്ച് സംഘ BJP പ്രസ്ഥാനങ്ങൾ അങ്ങനെയല്ല, നിരവധി വനിതകൾ വന്നിട്ടുണ്ട്. അവിടെ സുഷമ സ്വരാജ് വന്നിട്ടുണ്ട്, സംഘപ്രസ്ഥാനത്തിലൂടെ ലക്ഷ്മിഭായ് കേത്കർ വന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി വനിതകൾ വന്നിട്ടുണ്ട്, സംഘത്തിൽ കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. എല്ലാ പ്രസ്ഥാനങ്ങളും, ഭാരതീയ മസ്ദൂർ സംഘത്തിലും അടങ്ങുന്ന നിരവധി പ്രസ്ഥാനങ്ങളിലൊക്കെ വനിതകളുണ്ട്. ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വനിതകൾ യാതൊരു വിശ്വാസമില്ല. ഇപ്പം ഇദ്ദേഹത്തെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം വനിതാ സംവരണ ബില്ലാണ്. ഈ ബില്ല് കോൺഗ്രസിൻ്റെ കാലത്ത് വന്നു. ആ കോൺഗ്രസിൻ്റെ കാലത്ത് വന്ന സമയത്ത് ആ ബില്ലിനെ എതിർത്ത ആളുകൾ ഇവരാണ്. നമ്മുടെ അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയാണ്, മുലായം സിംഗ് യാദവിൻ്റെ പാർട്ടിക്കാരാ. അവരാണ് ആ ബില്ല് വലിച്ചു കീറി കളഞ്ഞത്.
അവർക്ക് സഹിക്കില്ല അവർക്ക് വനിതാ സമരം സഹിക്കില്ല. ഇന്നിപ്പോൾ ഇത് കോൺഗ്രസ്സുകാർക്ക് സഹിക്കില്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് സഹിക്കില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ലോകത്തിലെ 56 രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. ബിനോയ് വിശ്വം എന്ന് പറയട്ടെ, താങ്കളുടെ പാർട്ടിക്കകത്ത് 56 രാജ്യങ്ങളിൽ ഒരു രാജ്യത്ത് വനിതാ നേതാവ് ഉണ്ടായിട്ട് പറയാമോ? ഇല്ലയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഫിഡൽ കാസ്ട്രോ ഇപ്പോൾ സ്വന്തം മകളെ ആക്കിയിട്ടുണ്ട്. ഫിഡൽ കാസ്ട്രോയുടെ മകളെ ആക്കിയിട്ടുണ്ട്. അതല്ലാതെ കൊണ്ട് ഒരു മകളും ഒരു പ്രസ്ഥാനത്തിനകത്തും ഒരു സ്ത്രീയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃനിരയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബിനോയ് വിശ്വം ഒരു തമാശക്കാരനാണെന്ന് എന്നുള്ളതിനപ്പുറത്ത് ഒരു ഗൗരവമായിട്ടുള്ള ചോദ്യമായിട്ട് എനിക്ക് അതിനെ സംബന്ധിച്ച് ഫീൽ ചെയ്തിട്ടില്ല. കാരണം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, സ്ത്രീകളുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെടുന്ന, സ്ത്രീകളുടെ വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്ന, അതിന് പ്രാധാന്യം കൊടുക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പേരാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. അതിന്ന് ഭാരതത്തിൽ മാത്രമല്ല, ഏറ്റവും വലിയ സാമൂഹിക സാംസ്കാരിക പ്രസ്ഥാനമാണ് ലോകത്തിലെ. അതിൻ്റെ സമാനമായിട്ടുള്ള വേറൊരു പ്രസ്ഥാനമില്ല. അതിന് കാരണം കുടുംബങ്ങളാണ് അതിൻ്റെ പേരുള്ളത്. നമുക്ക് നല്ല അനുഭവം ഉണ്ടല്ലോ അടിയന്തരാവസ്ഥ കാലത്ത്. അടിയന്തരാവസ്ഥയിൽ ബിനോയ് വിശ്വം പിന്നെ പറയാം, ഞങ്ങൾ അടിയന്തരാവസ്ഥയുടെ കൂടെയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒളിവിൽ പോകേണ്ടി വന്നില്ല. മറിച്ച് ഇടതുപക്ഷക്കാരുണ്ടായിരുന്നു, അവർ സമരത്തിന് പോയില്ല. എന്താ കാരണം? ഇവർക്കൊന്നും വീട്ടിൽ കയറാൻ പറ്റൂല. വീട്ടിൽ കയറാൻ പറ്റുന്ന രീതിയിലുള്ള കുടുംബത്തിലെ സ്ത്രീകളുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതിനുപേരിൽ അവർക്ക് വീട്ടിൽ കയറാൻ പറ്റൂല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരത്തിനുണ്ടായില്ല. അടിയന്തരാവസ്ഥ സമരത്തിൽ നിന്ന് അവർ മാറി നിന്നു. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ? കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്ത്രീകളും തമ്മിലുള്ള ബന്ധം കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമാണുള്ളത്. അത് സ്റ്റാലിൻ്റെ കാലത്തായാലും കൊള്ളാം, ലെനിൻ്റെ കാലത്തായാലും കൊള്ളാം. ലെനിൻ്റെ കാലത്തിനൊന്ന് ആലോചിച്ച് നോക്കൂ. സോവിയറ്റ് റഷ്യയിൽ ലെനിൻ അസുഖമായിട്ട് കിടന്നിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന പണിയല്ലാതെ കണ്ട് ഏത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ലെനിൻ്റെ ഭാര്യ ചെയ്തിട്ടുള്ളത്? ഇദ്ദേഹം ഒന്ന് പറയട്ടെ. സ്റ്റാലിൻ്റെ ഭാര്യ ചെയ്തിട്ടുണ്ടോ? സ്റ്റാലിന് 2 ഭാര്യമാരെ മറ്റോ ഉണ്ടായിരുന്നാണ് പറഞ്ഞ്. ഈ 2 ഭാര്യമാരും ചെയ്തതായിട്ട് പറയുന്നില്ലല്ലോ. മാവോ സേതുങ്ങിൻ്റെ ഭാര്യ രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ടോ? ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരികളെ ഭാഗത്ത് വന്നിട്ടുണ്ടോ? കേരളത്തിലടക്കം എവിടെയാണ് ഉള്ളത്? കേരളത്തിൽ സംവരണത്തിൻ്റെ പുറത്തല്ലാതെ കണ്ട് ഏതെങ്കിലും ജനപ്രതിനിധി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലെവലിൽ രംഗത്ത് വരാൻ സാധ്യതയുണ്ടോ? പഴയ കാലത്ത് കെയർ ഗൗരിയമ്മ വന്നിരുന്നു. ഇവർ വലിയ മുദ്രാവാക്യമൊക്കെ വിളിച്ചു. അവസാനം കെയർ ഗൗരിയമ്മയുടെ ആ ഗൗരിയമ്മയെ പോലും ചവിട്ടി പുറത്താക്കുന്ന രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ പോക്കാത്തരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് വനിതകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമാണ്. അതിന് യാതൊരു താല്പര്യവും വനിതകളെ സംബന്ധിച്ചില്ല. മറിച്ച് ഇവരെ സംബന്ധിച്ച്, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ സംബന്ധിച്ച്, RSSനെ സംബന്ധിച്ച് അങ്ങനെയല്ല. സംഘത്തിന് കൃത്യമായിട്ട് വനിതകളുടെ വിഷയങ്ങളെ സംബന്ധിച്ച് അധികരിച്ചുള്ള നിരവധി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുള്ള വലിയൊരു പാരമ്പര്യ സംഘത്തെ സംബന്ധിച്ചുണ്ട്. നമ്മുടെ ഈ ഉത്സവങ്ങൾക്കെല്ലാം സംഘത്തിൻ്റെ ഉത്സവങ്ങൾ 6 ഉത്സവങ്ങളുണ്ടല്ലോ, ആ 6 ഉത്സവങ്ങളിലും സ്ത്രീകൾ പങ്കെടുക്കാറുണ്ടല്ലോ. നമ്മളെല്ലാം ഒരുമിച്ചല്ലേ സംഘസ്ഥാനിൽ നിൽക്കുന്നത്? അതെ, അവര് ധാരാളമായിട്ട് വ്യാപകമായിട്ട് എല്ലാ സ്ഥലത്തുള്ള ഗ്രാമങ്ങളിലുള്ള സ്ത്രീകളടക്കമുള്ളവർ RSSന്റെ പരിപാടി പങ്കെടുക്കുന്നുണ്ട്. അത് ബിനോയ് വിശ്വം കാണുന്നില്ല. ബിനോയ് വിശ്വം കണ്ടാലേ പുള്ളിക്ക് പറയാൻ പറ്റുള്ളൂ. ബിനോയ് വിശ്വത്തിന്റെ ലോജിക്ക് എന്തെന്നറിയാമോ? ഇപ്പൊ ടോയ്ലറ്റ് പണിയാണെങ്കിൽ തന്നെ സ്ത്രീകൾക്കും പുരുഷനും സെപ്പറേറ്റ് വേണമെന്ന് ബിനോയ് വിശ്വം പറയില്ല. അതാണ് ബിനോയ് വിശ്വത്തിന്റെ ലോജിക്ക്. അത്രയേ ഉള്ളൂ. അല്ലാതെ അത് കോമൺ സെൻസ് ആണ്. നമ്മുടെ സ്ത്രീകളുടെ ടോയ്ലറ്റിൽ കയറില്ല, സ്ത്രീകൾ പുരുഷന്മാരുടെ ടോയ്ലറ്റിൽ കയറില്ല. അത് ഒരു കോമൺ സെൻസാണ്. ആ ഒരു കോമൺ സെൻസിൽ ചിന്തിക്കാനുള്ള വിവേകം പോലും ബിനോയ് വിശ്വത്തിന് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ആ ഒരു വിവേകത്തിൻ്റെ ആവശ്യമില്ല. അവർ പഴയ സ്ഥലത്ത് എല്ലാ സ്ഥലത്തും കമ്മ്യൂണുകൾ ആരംഭിച്ച ആളുകളാണ്. എന്താ കമ്മ്യൂണിൻ്റെ വ്യത്യാസം? എന്താ? കമ്മ്യൂണിനകത്ത് സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിക്കുന്നു. അപ്പോൾ ആരും പ്രത്യേകമായിട്ട് ഭാര്യയില്ല. അതിനെക്കുറിച്ച് പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ വിറ്റുണ്ടായിരുന്നു. നിൻ്റെ സ്വത്ത് എൻ്റെ സ്വത്ത്, എൻ്റെ സ്വത്ത് നിൻ്റെ സ്വത്ത്, നിൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ, എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ. അതുകൊണ്ടാണല്ലോ EMS കമ്മ്യൂണിലുണ്ടായിരുന്നു. പൂനെ കമ്മ്യൂണിലാണെന്ന് എൻ്റെ ഓർമ്മ. എത്ര കാലം അദ്ദേഹം കമ്മ്യൂണിലുണ്ടായിരുന്നു? ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ അങ്ങനെ വിട്ടുപോയി. മറിച്ച് ഇവിടെ കോഴിക്കോട് കമ്മ്യൂണിലുണ്ടായിരുന്നു. അതിൽ EMS മെമ്പറായിരുന്നു. അന്ന് അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നില്ല. ആര്യാന്തർജനം അന്ന് കൂടെയില്ല. അന്ന് മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്ന ഒറ്റപ്പെട്ട ചില സ്ത്രീകൾ അതിനകത്തുണ്ട്. ആ സ്ത്രീകളെ ആ കൂട്ടത്തിലാണ് താമസിപ്പിച്ചിരുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പലപ്പോഴും കമ്മ്യൂണുകളിൽ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് താമസിക്കും. പ്രത്യേകിച്ച് ഭർത്താവ് ഭാര്യ എന്ന് പറയുന്ന സങ്കല്പങ്ങളില്ല. ആ ഭാര്യാഭർത്തൃ സങ്കല്പം വന്നതിന് ശേഷമാണ് അങ്ങനെ വന്നുള്ള നേതാക്കന്മാരാണ് പറഞ്ഞത്, ഇനി ഇവരാരും പാർട്ടി വർക്കിന് പോകണ്ട, അഥവാ ഇവർ പാർട്ടി വർക്കിന് പോകണമെങ്കിൽ ഇവരെ കൂടി ഉള്ള കമ്മിറ്റിക്കകത്ത് മതി. അതാണ് AKG തീരുമാനിച്ചത്, അതാണ് EMS തീരുമാനിച്ചത്, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സകലമാന. ഇപ്പോൾ പ്രകാശ് കാരാട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രകാശ് കാരാട്ട് എൻ്റെ ഭാര്യ വൃന്ദ കാരാട്ട് വരുന്നവരെ ആരായിരുന്നു CPMന്റെ പൊളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായിരുന്നത്? ഒരാളുണ്ടായിരുന്നില്ല. പിന്നെയാണ് വൃന്ദ കാരാട്ട് വന്നത്. അതേപോലെ തന്നെയാണ് CPI സംബന്ധിച്ചുള്ളത്. CPIയിൽ ഒരു വനിതാ സെക്രട്ടറി ആക്കാൻ ബിനോയ് വിശ്വത്തിന് സാധിക്കുമോ? ഇപ്പോൾ ബിനോയ് വിശ്വത്തിന് പകരമായിട്ട് കേരളത്തിൻ്റെ
നിരവധി കേരളത്തിൻ്റെ പോപ്പുലേഷൻ അറൗണ്ട് 12 ലക്ഷത്തോളമാണ്, വനിതകളുടെ എണ്ണം കൂടുതലാണ്. ഈ വനിതകളുടെ എണ്ണക്കൂടുതലുള്ള ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള വനിതകളിൽ നിന്ന് ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുത്തുകൊണ്ട് തൻ്റെ പാർട്ടിയുടെ സെക്രട്ടറി ആകാനായിട്ട് ബിനോയ് വിശ്വത്തിന് സാധിക്കുമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ അംഗീകരിക്കാം. അതൊന്ന്. അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവട്ടെ, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് സ്വാധീനമുണ്ടല്ലോ. ഇടതുപക്ഷക്കാരൻ എങ്ങനെ അധികാരം കിട്ടിയാൽ ഞങ്ങൾ വനിതാ മുഖ്യമന്ത്രിയാക്കും, ശൈലജ ടീച്ചറിനെ മുഖ്യമന്ത്രിയാക്കും ഞങ്ങൾ, അല്ലെങ്കിൽ ചിഞ്ചുറാണി മുഖ്യമന്ത്രിയാക്കും, അല്ലെങ്കിൽ വീണ ജോർജിനെ മുഖ്യമന്ത്രിയാക്കും. സംഗതി വിവരമൊന്നുമില്ലെങ്കിലും ഇവരെ ആരെങ്കിലും മുഖ്യമന്ത്രിയാക്കുമെന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടമോ നട്ടല്ലോ ശ്രീമാൻ ബിനോയ് വിശ്വത്തെ പോലെ ആൾ കാണിക്കണമെന്നാണ് ഈ സമയത്ത് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് വിഷു ആശംസകൾ നേരുകയാണ്. ഞങ്ങളുടെ കൂടെ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർ പറയാത്ത കാര്യങ്ങൾ ഇങ്ങനെ കണക്ക് വെച്ചിട്ടാണെങ്കിലും നമ്മൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുക. എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ വിഷു ആശംസകൾ നേരുന്നു.